നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് അവർ ലിസ്റ്റിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ലിസ്റ്റിംഗ് ഡേറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റ് കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് അനൗൺസ്മെന്റ്, ഹാംസ്റ്റർ ഡെയിലി കോംബോ എന്ന് പറയുന്ന 3 ടെലഗ്രാം ഗ്രൂപ്പുകളാണ് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. ആദ്യത്തെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ബോട്ടാണ്. ആ ബോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നതാണ് നമുക്ക് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് അറിയാനുള്ള ഗ്രൂപ്പ്. മൂന്നാമതായി ഹാംസ്റ്റർ ഡെയിലി കോംബോ എന്ന് പറയുന്നത് ഡെയിലി വരുന്ന കോംബോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഈ 3 കാര്യങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് അനൗൺസ്മെന്റ് എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. TGE ആൻഡ് ലിസ്റ്റിംഗ് സെപ്റ്റംബർ 26 എന്ന് പറയുന്നുണ്ട്. അതായത് ടോക്കൺ ജനറേഷൻ ഇവന്റ് ആണ്. ആൻഡ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 26-ാം തീയതി ലിസ്റ്റ് ആകും എന്നാണ് പറയുന്നത്. അന്ന് തന്നെ നമുക്ക് ടോക്കൺ ജനറേഷൻ ഇവന്റിലും പങ്കെടുത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ലിസ്റ്റിംഗ് ഡേറ്റ് ടെലഗ്രാം സെപ്റ്റംബർ 26-ന് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് OKX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലാണ് ഇത് ഇപ്പോൾ ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് OKX എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അവരുടെ മെസ്സേജിൽ പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ OKX മാത്രമേ ലിസ്റ്റ് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിറകോട്ട് തന്നെ പോകുന്നു. നേരെ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ബോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ പ്ലേ അമർത്തുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന കോയിൻസുകൾ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. താങ്ക് യു അടിച്ചു, കളക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹോം ബട്ടണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ 6ാമതായി വരുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് 26 ദിവസം കൂടെ ഉണ്ട്. അത് കൗണ്ട് ഡൗൺ ചെയ്ത സമയം താഴെ കാണിക്കുന്നുണ്ട്. എയർ ഡ്രോപ്പ് ലിസ്റ്റിംഗ് ഡേറ്റ് സെപ്റ്റംബർ 26-ന് ആണ് എന്ന് പറയുന്നുണ്ട്. എയർ ഡ്രോപ്പ് അലോക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത് താഴെ നിങ്ങൾക്ക് TBA എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പോയിന്റ് എവിടെയൊക്കെ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിഡ്രോവൽ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വിഡ്രോവലിൽ ഇവിടെ OKX ഏർലി ബേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ടോൺ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കാണിക്കുന്നതാണ്. ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം വാലറ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മുകളിൽ കാണുന്ന OKX എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു എക്സ്ചേഞ്ച് ആണ് OKX എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ വായിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാകും. ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ്സ് വിൽ ബി എനേബിൾഡ് സൂൺ എന്ന് പറഞ്ഞ ഒരു മെസ്സേജും ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു റെഫറൽ കോഡ് വന്നിട്ടുണ്ടാകും. അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ കോഡിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് OKX എക്സ്ചേഞ്ചിൽ മാത്രമേ ഇവിടെ ലിസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളൊക്കെ ഇവിടെ വരുന്നതാണ് വരും കാലങ്ങളിൽ. അപ്പോൾ നമുക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൂടെ നമുക്ക് ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് OKX എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരെ പിറകോട്ട് തന്നെ വരുന്നു. ഇവിടെ എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പോയിന്റ്സുകൾ കിട്ടുന്ന, അതായത് ഏൺ ചെയ്യാനുള്ള കാറ്റഗറി ബേസിൽ ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ
മാനദണ്ഡങ്ങളാണ് അതിന് പാലിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ആദ്യത്തേത് പാസീവ് ഇൻകം ആണ്. അത് നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഹോമിൽ നമ്മൾ 3 മണിക്കൂർ കൂടുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കോയിൻ ജനറേഷൻ കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. ആ കോയിൻസ് എത്രത്തോളം നമുക്ക് കിട്ടി എന്നുള്ളതാണ് നോക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഏൺ ടാസ്ക്സ് ആണ്. ഏൺ ടാസ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമുക്ക് കിട്ടുന്ന ടാസ്കുകളുടെ കോയിൻസുകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. അതായത് ഡെയിലി റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം പോലുള്ള ചാനലുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഈ കോയിൻസുകളും അതേപോലെ തന്നെ ഡെയിലി റിവാർഡ് വഴി നമുക്ക് ഓരോ ദിവസവും കളക്ട് ചെയ്യുന്ന റിവാർഡ് പോയിന്റുകളും മുകളിൽ അവരുടെ യൂട്യൂബ് വീഡിയോകൾ കാണുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന കോയിൻസുകളും ഒക്കെ കൂടി ചേർന്നതാണ് ഈ ഡെയിലി ടാസ്ക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമതായി കാണിക്കുന്നത് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഫ്രണ്ട്സിൽ നമ്മൾ ആർക്കൊക്കെ നമ്മൾ ഈ ലിങ്ക് ഷെയർ കൊടുത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ആ ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ കോയിൻസുകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അടുത്തതായി വരുന്നത് അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള അച്ചീവ്മെന്റ്സുകൾ ഇവിടെ നമ്മുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ നമ്മുടെ പേരിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അച്ചീവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സ്കിന്ന് ഏതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ടാകും. ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അച്ചീവ്മെന്റ്സ് എന്നുള്ളത് സി ഓൾ അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അച്ചീവ്മെന്റ്സ് നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടാകും. അതായത് അപ്ഗ്രേഡ് കാർഡ്സ് എന്നുള്ളതിൽ നമ്മൾ 50 കാർഡ് ഇപ്പോൾ നിലവിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 10 കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്തു, പിന്നെ അത് 25 ആയ സമയത്ത് അത് ലോക്ക് തുറന്നു. മൂന്നാമതായി 50 കാർഡ് ചെയ്ത സമയത്ത് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് മൂന്നാമത്തത് ലോക്കും തുറന്നു. ഇനി 200 കാർഡ്സും 500 കാർഡ്സും ആയി കഴിഞ്ഞാൽ ഈ 2 കാർഡും തുറന്നു കിട്ടുന്നതാണ്. അപ്പോൾ ആ കാർഡിൻ്റെത് മൊത്തം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു അല്ലെങ്കിൽ നമുക്കത് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. ആ ടിക്ക് മാർക്ക് വന്നത് അതിന്റെ നേരെ താഴെ നിങ്ങൾക്ക് കാണാം അപ്ഗ്രേഡ് കാർഡ്സ് ടു ലെവൽ 15. അതായത് നിലവിലുള്ള കാർഡുകളിൽ ലെവൽ 15 ആയിട്ടുള്ള കാർഡുകളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. അതായത് ആദ്യം തന്നെ ഒരു കാർഡ് ചെയ്ത സമയത്ത് ആദ്യത്തേത് എനിക്ക് ലോക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ടാകും. അതേപോലെ 5ാമത്തെ കാർഡ് ഞാൻ ലെവൽ 15 ആക്കിയ സമയത്ത് 2ാമത്തെ കാർഡ് തുറന്നിട്ടുണ്ടാകും. അങ്ങനെ 50 കാർഡുകൾ 15 ലെവൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിവിടെ നിങ്ങൾക്ക് കളറ് കൊടുത്തുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ലോക്കല്ല, എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ താഴെ നോക്കുന്ന സമയത്ത് ലെവൽ 25 ആക്കിയിട്ടുണ്ടോ, കാർഡുകൾ 25 ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒരു കാർഡ് പോലും 25 ലെവലിൽ എത്തിയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ 1ാമത്തത് ഓപ്പൺ ആയി വരുന്നതാണ്. അതേപോലെ നേരത്തെ 15 ലെവൽ ആക്കിയ പോലെ 25 ലെവൽ നമ്മൾ 50 കാർഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും എല്ലാ കാർഡുകളും ലോക്ക് തുറന്ന് കിട്ടുന്നതും അപ്ഗ്രേഡ് കാർഡ്സ് എന്നുള്ളിടത്തിൽ ടിക്ക് മാർക്ക് വരുന്നതുമാണ്. കളക്ട് കോയിൻസ് എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ എത്ര കോയിന് കളക്ട് ചെയ്തു, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 3 മണിക്കൂർ കഴിയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോയിൻസ് ലഭിക്കുന്നുണ്ട്. ആ കോയിൻസ് എത്രത്തോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 1 മില്യൺ ആകുന്ന സമയത്ത് ആദ്യത്തെ കാർഡ് എനിക്ക് കിട്ടി. ഇപ്പോൾ നിലവിൽ 1.5 ബില്യൺ കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 15 ബില്യൺ കോയിൻസ് ഞാൻ കളക്ട് ചെയ്താൽ ഈ കളക്ട് കോയിൻസ് എന്നുള്ളതും ടിക്ക് മാർക്ക് വരുന്നതാണ്. അത് മൊത്തം എനിക്ക് ലഭിക്കുന്നതുമാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആണ്. നമ്മൾ എത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നോ അത് ഇവിടെ കാണിക്കുന്നതാണ്. മാക്സിമം 100 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് ടിക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ അൺലോക്ക് സ്കിൻസ് പറയുന്നുണ്ട്. അൺലോക്ക് സ്കിൻസ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് മാത്രമേ സ്കിന്നെ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. നേരെ നമ്മുടെ പേരിന്റെ അല്ലെങ്കിൽ ബൈ സ്കിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ സ്കിന്ന് ഏതൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നതാണ്. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, മാർട്ട എന്ന് പറയുന്ന ആ സ്കിന്ന് മാത്രമേ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. ക്രിപ്റ്റി, ഹോമി എന്നൊക്കെ പറയുന്നത് നമുക്ക് കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്യാനുള്ള ക്രിപ്റ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അത് അൺലോക്ക് കൊടുത്താൽ ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമ്മൾ പർച്ചേസ് ചെയ്തു. അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹോമിൽ ആ ഒരു സ്കിന്ന് ആയി മാറിയിട്ടുണ്ട്. നേരെ നമ്മൾ അടുത്തത് ലോക്ക്
ഉള്ളത് കാണിക്കുന്നത് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് കൊടുക്കണം, കോയിൻസ്. ഓക്കെ, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരെ നമ്മൾ എയർ ഡ്രോപ്പിൽ വരുന്ന സമയത്ത് അത്തരത്തിൽ നമ്മളെ അച്ചീവ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ അച്ചീവ്മെന്റ്സിൽ കാണിക്കുന്നത്. ഓക്കെ, അതിന്റെ താഴെ ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ ഇൻകം ലഭിക്കുന്നതാണ്. താഴെ കീസ് എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ മാനദണ്ഡത്തിലും നമുക്ക് ഈ പറയുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷൻ പോയിന്റ് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. നേരെ വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ OKX ഏർലി ബേർഡ്സ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ബൈനാൻസ്, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ വീഡിയോ വഴിയെ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിലൊന്നും അക്കൗണ്ട് എടുക്കണം എന്നില്ല. കാരണം ഇവിടെ സെപ്റ്റംബർ 26-നാണ് ലിസ്റ്റിംഗ് ഡേറ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് എക്സ്ചേഞ്ചുകൾ സെലക്ട് ചെയ്താൽ മതിയാകും. ഇപ്പൊ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റുകളുടെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.